ഞങ്ങൾ ഇന്നൊരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഉടുമ്പന്നൂർ എത്തിയപ്പോൾ അത്തച്ചിനെ കണ്ടപ്പോൾ നിതിമോള് ചാടി അത്തച്ചിൻ്റെ കയ്യിൽ പോയി. പിന്നെ ടാറ്റ പോകാമെന്ന് പറഞ്ഞിട്ടും ഞങ്ങൾ എല്ലാവരും വണ്ടിയിലുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും അവൾ വന്നില്ല. അവൾക്ക് അത്തച്ചിനെ തന്നെ മതിയായിരുന്നു. പിന്നെ ഇതേ കരഞ്ഞു വിളിച്ചിട്ടാണ് കേട്ടോ വണ്ടിയിൽ കയറിയത്. അങ്ങനെ റംബൂട്ടൻ വഴിയോരത്ത് വിൽക്കണ കണ്ടപ്പോഴത്തേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. മഞ്ഞയും ചുവപ്പും ഉണ്ട്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. നേരെ റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയി അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ എറണാകുളത്തിന് വന്നതാണ്. അവന് കുറച്ച് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം വാങ്ങിച്ചു. ഇന്ന് താമസിച്ചിട്ടാണ് നമ്മൾ ചായ കുടിച്ചത്. അതുകൊണ്ട് ഉച്ചയ്ക്കും വിശന്നൊന്നുമില്ല. പിന്നെ വൈകിട്ടായപ്പോഴത്തേക്ക് ഇതേ മസാല ദോശ കഴിച്ചു കേട്ടോ. എന്നിട്ട് നേരെ നമ്മൾ ലുലു മാളിലേക്ക് വിട്ടു. അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്തു കേട്ടോ. നിതിമോളാണെങ്കിൽ കുറേ ടോയ്സ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വലിച്ചെടുക്കുന്നുണ്ടായിരുന്നു. അവളുടെ വീഡിയോ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ആ തൊപ്പിയും ഗ്ലാസും വെച്ചിട്ട് എന്ത് ചെയ്താൽ അത് വെക്കുന്നുണ്ടായിരുന്നില്ല. ഞാനത് വെച്ച് കൊടുക്കുന്നതിനെക്കാട്ടുള്ള സ്പീഡിൽ അവൾ അത് വലിച്ച് കളയായിരുന്നു. പിന്നെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ സ്ഥിരം വരുന്ന കമൻ്റ് ആയിരുന്നു കേട്ടോ, മാളൂട്ടിയുടെ ഉമ്മേനെ പോലെ ഉണ്ട് കാണാനെന്നുള്ളത്. എന്തായാലും ഇന്ന് ഭയങ്കര യാദർശികമായിട്ട് ലുലു മാളിൽ വെച്ച് അവരെ നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. ഇത് കണ്ടില്ലേ, എന്തെങ്കിലും സാമ്യം ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്നാലും കാണുന്നത് ആദ്യമായിട്ടാണ്. വളരെ യാദൃശികമായിരുന്നു. എന്തായാലും ഒരുപാട് സന്തോഷം അവരെ മീറ്റ് ചെയ്യാൻ പറ്റിയതിൽ. ഇത് മാളൂട്ടി നിധിക്കുട്ടിയുടെ അടുത്ത് അടുക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അവൾ അങ്ങ് പരിചയമില്ലാത്തത് കൊണ്ട് അത്ര സെറ്റ് ആവുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മളിത് ഈ ഒരു സെക്ഷനിലേക്ക് വന്നു. അഫിയാണെങ്കിൽ കാറും ബൈക്കും ഒക്കെ ഓടിച്ച് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നിധിമോൾക്ക് അതൊന്നും പറ്റിയതല്ലാത്തതുകൊണ്ട് അവൾ അങ്ങനെ അതുമായിട്ട് എൻഗേജ്ഡ് ആയില്ല കേട്ടോ. പിന്നെ എല്ലാം കഴിഞ്ഞ് നമ്മളിത് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.